തണുപ്പ് മഴ നോമ്പ് വിത്ത് കോഴിത്തരം എങ്ങനെയെന്നുള്ള കാണിച്ചാൽ നാട്ടിൽ മനുഷ്യന്മാരെ മാത്രമാണ് റെയിൻകോട്ട് കവർ ചെയ്യും, ഇവിടെ വണ്ടിയിൽ ഉൾപ്പെടെ കവർ ചെയ്യും. മാത്രമല്ല ഇതിനുള്ളിൽ കൂടി തല ഇതേമാതിരി രണ്ടുപേർക്ക് ഇട്ടുകൊണ്ട് പൂവും ചെയ്യും. കാണുമ്പോഴൊക്കെ നല്ല പ്രകൃതി രമണീയമാണെങ്കിലും സംഭവം ഇതിനകത്ത് വലിയ സുഖമൊന്നുമില്ലാത്ത പരിപാടി. എന്തായാലും ഫേസ് സ്കാനിന് വേണ്ടി നേരെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫേസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഉള്ള നമ്മളൊക്കെ പിന്നെ ഇന്ത്യൻസ് ആണല്ലോ, ഉടായ്പ കാണിച്ചിട്ട് മറ്റൊരു കൂട്ടത്തിനായിട്ട് കയറും ചെയ്തത്. നമ്മളൊക്കെ എങ്ങനെ മുത്തേ സ്ഥലത്തെത്തിയപ്പോൾ റെയിൻകോട്ടിനുള്ളിൽ ഇറങ്ങി മുടിയൊക്കെ പാടുന്ന ഒതുക്കി വെക്കുന്ന സമയത്താണ് അദീംകി നബിയിലും കൂടി വണ്ടിയിൽ കയറി വരുന്നത്. ജിലിമിച്ച ക്ലാസിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിക്കുട്ടിനെയും കണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്താന്ന് പോലും അറിയില്ല. പിന്നീട് മനസ്സിലായത് കൾച്ചർ ചൈനീസ് ആണ്. അരമണിക്കൂറിൽ ബോർ അടിച്ചിട്ട് മനുഷ്യൻ എന്താ അടുത്ത് ചെയ്യാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയിട്ട് നേരെ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിച്ചെങ്കിലും നേരെ നോക്കിയപ്പോൾ കണ്ണാടിക്കുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂപ്പർക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഈ കണ്ണാടിക്കുട്ടികളായതുകൊണ്ട് സംശയം കുറച്ച് കൂടുതലാണ്, ബോറടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഓരോ അരമണിക്കൂറിൽ വെറുതെ ബാത്റൂം പോയി ഇരുന്നിട്ട് നേരെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിങ്ങൾക്ക് വൻ ഉറക്കം. ഇപ്പൊ മൂപ്പരെ സംശയം കയ്യിലൊക്കെ തീർന്നു. ക്ലാസ്സും കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ക്ലാസ് ഓവർ, തീർന്നു. ചൈനയിൽ ഹെൽമെറ്റോ ത്രിബിൾസോ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നേരെ ത്രിബിൾസും വെച്ച് നേരെ അടുത്തതായി പോസ്റ്റ് ഓഫീസിൽ ചെന്നു. കുറച്ച് പാർസലൊക്കെ വന്നിട്ടുണ്ട്. പാർസൽ എടുക്കുന്നത് പിന്നെ ഇങ്ങനത്തെ കുറെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് പാർസൽ എടുക്കുക ഈ സ്റ്റേഷനിൽ നിന്ന്. അവിടെ നേരെ റൂമിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു നോമ്പ് തോറയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തിട്ടാ.